بسم الله نحمده ونستعينه ونؤمن به ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون إن أريد أن أصلح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على رسولك سيدنا محمد وعلى آل سيدنا وشفيعنا محمد الصلاة والسلام عليك يا سيدنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يؤمن أن يتكلم في الأرض ويمكنه يجعل صدق الله العظيم وصدق الله رسوله الكريم ونحن على الظلم والشاكرين والحمد لله رب العالمين السائل عن الأمة أن يجاهد في سبيل الله صدق رسوله الكريم أهل السنة والجماعة بجاه رسول الله من شر البلد സാധാരണ ആദരണീയരായ പണ്ഡിതന്മാർ സമസ്ത യുവജന സംഘത്തിൻ്റെയും SSFയുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ സഹോദരി സഹോദരന്മാർ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സംഘം പരലോകത്തോടുകൂടിക്കുന്നതിനായി നമ്മെ സ്വീകരിക്കുന്നത് വിശാലമായ പ്രസംഗം നമ്മൾ നടത്തുന്നില്ല. കാരണം വിഷയാധിഷ്ഠിതമായി പ്രജക്തരുടെ തരസുകളുടെ കൂടെ ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് വളരെ വിപുലമായ പ്രസംഗം നടത്തുന്നു. അതിൻ്റെ മുമ്പ് വിഷയാധിഷ്ഠിതമായി പ്രസംഗിച്ചാൽ അത് കുടുംബക്ക് മുമ്പ് പ്രസംഗം മുന്നിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ SSFിൻ്റെ ജില്ലാ കൗൺസിൽ കൊണ്ടോട്ടിയിലുള്ള ബുഹാരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ഒരംഗമാണ് ഞാൻ ഈ പരിപാടിയിൽ ഇന്ന് സംബന്ധിക്കുന്നത് തന്നെ ഖിലാഫുൽ ഔലിയാണ്. അതുകൊണ്ട് ഇത് രണ്ടും പരിഗണിച്ച് തൽക്കാലം ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു മഹ്ശറിൽ മാത്രം നടത്തും. കുട്ടികളെ വാക്യമാണ് നിർവഹിക്കാൻ വിശ്വാസത്തിലേക്കുള്ള. അതുകൊണ്ട് നാളെ ഞാൻ അത് വലിയ പറയുന്നത് ആദ്യമേ തന്നെ പിന്നെ കാര്യമായി കേരളത്തിൽ പല സ്ഥലത്തുമുള്ള ഒരു വിഷയം സുന്നിയിൽ കൂട്ടത്തിൻ്റെ എന്തുകൊണ്ട് കുറേ ആളുകൾ മുജാഹിദായിരുന്നു. അതിനെല്ലാവർക്കും അറിയുന്ന മറുപടിയാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കാത്തത് കൊണ്ട്. ഒറ്റവാക്കി മുമ്പോട് ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസറാണ്. പിന്നെ എല്ലാവരും കുറച്ച് കാലം സുന്നിയിൽ നിന്ന ശേഷം പിന്നെ മുജാഹിദിലേക്ക് പോകുമ്പോൾ സുന്നിക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്താ ശൈലിയാവുന്നതെങ്കിൽ കുറച്ചു കാലമല്ല ഒരുപാട് കാലം സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് അവന് പുറത്തു വരുമ്പോൾ സ്വർഗത്തിൽ എന്ത് കുഴപ്പമുണ്ട് എന്ന് സംശയിക്കേണ്ടതായി വരും. ഏതായാലും ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ
സുന്നികൾ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് നോട്ടീസ് കാണുന്നത്, പല ഭാഗത്തു കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വായനച്ച നോട്ടീസ് കാണുന്നത് മുജാഹിദുകൾ കൂട്ടത്തോടെ ചേതനയിലേക്ക്. അപ്പൊ അതെന്തുകൊണ്ട് എന്നീ ചോദ്യത്തിനുള്ള മറുപടി അത് ഇവിടെ കൂടെ കിട്ടാക്കിയാൽ ആ പ്രശ്നം അവിടെ തീരും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല. ഏതായാലും മർക്കസു സഖാഫത്ത് സുന്നിയ അതിന്റെ ഐതിഹാസികമായ 29ാം വാർഷികം 13ാമത് ബിരുദദാന സമ്മേളനം കാരന്തൂര് മർക്കസ് നഗറിൽ വെച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 9 മുതൽ 11 വരെ കൂടിയ തീയതികളിൽ നടക്കുന്നത്. അതിന്റെ പ്രചരണം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പ്രചരണം എന്ന് പറയുമ്പോൾ വാർത്താ മീഡിയകളുമായി ബന്ധപ്പെടുന്ന ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും വർഗവും വർണ്ണവും വ്യത്യാസമില്ലാതെ മർക്കസ് എന്ന 4 അക്ഷരത്തിൽ അറിയപ്പെടുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയും ബഹുമാനപ്പെട്ട അതിന്റെ ശില്പിയായ അമർ ഉലമ കാന്തൂർ ഉസ്താദിനും ആർക്കും ഇത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പലർക്കും പല രീതിയിലാണ് അറിയുക. ആവട്ടെ എല്ലാ ആളുകളും പല രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ വ്യക്തിത്വവും ആ സ്ഥാപനവും അറിയും എന്ന കാര്യം ഉറപ്പ്. പിന്നെ ഇതുപോലെ പൊതുയോഗങ്ങൾ വെച്ചുകൂട്ടി ആളുകളൊക്കെ സമ്മേളനത്തിൽ വരണേ എന്ന് ദൈവതയോടുകൂടെ പറയേണ്ട ഒരവസ്ഥയും അൽഹംദുലില്ലാഹ് ഇന്ന് സുന്നി സമൂഹത്തിനില്ല. അത് സ്വതന്ത്ര ഭാരതത്തിന്റെ 80 കൊല്ലത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് നമ്മൾ എല്ലാവരും അനുഭവത്തിലൂടെ കാണിച്ചതും പലരും അതൊക്കെ സമ്മതിക്കുന്നതും സമ്മതിച്ചതുമാണ്. പിന്നെ എന്ത് പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മർക്കസ് കേവലം ഒരു ബിൽഡിംഗ് അല്ല. റോഡ് ബ്ലോക്കാകുന്നുണ്ട്, ആ കുറെ കൂടി വിഷമിച്ചിട്ടാണ് നിൽക്കണമെന്ന് പറയുന്ന സംഘാടകത്തിന് വിഷമമുണ്ട്. ഇവിടെയാണെങ്കിൽ ഫ്രണ്ടിൽ കുറേ സ്ഥലം ഒഴിവുണ്ട്. പേപ്പർ കൊടുക്കാനാണെങ്കിൽ അതിന്റെ വോളണ്ടീഴ്സ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വിഷമില്ലാത്ത ആളുകൾ പിന്നെ ഇതിലേക്ക് വന്നാൽ പ്രായത്തായി കഴിഞ്ഞിരുന്ന് വളരെ സന്തോഷത്തോടുകൂടെ പ്രസംഗം കൊടുക്കാം. പല ബ്ലോക്ക് ഒഴിവാക്കുകയും ചെയ്യും. ചിലപ്പോൾ സാർവേഷനത്തെ കൂടെ ആളുകളായിരിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള ആളുകളാക്കിയിട്ട് പുറത്ത് വെച്ചിരുന്ന വെക്കാൻ കഴിയില്ല. അപ്പൊ അതേപോലെയൊക്കെയാണോ വിചാരിക്കില്ല. നിങ്ങൾ മൊത്തത്തിൽ ആളുകൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കാവുന്നതാണ് ദേശസ്ഥലം മുന്നിട്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മർക്കസ് അത് കേവലം ഒരു ബിൽഡിംഗ് അല്ല. ഏറ്റവും ഉസ്താദ് കേവലം ഒരു വ്യക്തിയുമല്ല, അത് വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന ആ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ഈ ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതുപോലുള്ള പൊതുയോഗങ്ങൾ കൊണ്ട് സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. ആദ്യയുടെ ഇതേപോലെ മുസ്ലിംകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ആശയത്തിലേക്ക് മടങ്ങലാണ്. ഇത് എന്ത് പറഞ്ഞാൽ പറയുന്നതല്ല. ഇന്ന് നാം അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ ഇന്ന് ആധികാരികമായി പറയുന്നതല്ല. പത്രക്കാളുകൾ മുതൽ അടുക്കളയുടെ അകത്തളങ്ങൾ വരെ ആത്മാർത്ഥമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, സദ്ദാം ഹുസൈൻ. എല്ലാവർക്കും അതറിയാം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്രകോളങ്ങളിൽ സ്ഥലം പിടിക്കുകയും ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ ദിവസം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ലോക മനുഷ്യത മുഴുവൻ ദുഃഖത്തിലാക്കി അമേരിക്കയുള്ള യാങ്കിയന്മാവൻ തൂക്കുമരത്തിലിട്ട് തൂക്കിക്കൊന്ന മിസ്റ്റർ സദ്ദാം ഹുസൈൻ. ഈ സദ്ദാം ഹുസൈനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വലിയാണെന്നോ മുത്തഖിയാണെന്നോ അതുമല്ലെങ്കിൽ ഒരു സൂഫിയാണെന്നോ പറഞ്ഞ് ന്യായീകരിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. കാരണം അദ്ദേഹം എസ്എസ്എഫിന്റെ പ്രസിഡന്റല്ല, UCS ചീഫ് സെക്രട്ടറി അല്ല, മർക്കസിലെ മുദരീസല്ല, സമസ്ത ഉഷാവറിന്റെ മെമ്പറുമല്ല. അതേസമയത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമേരിക്കക്കാരന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് തന്റേടത്തോടുകൂടെ
പ്രതികരിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു നേതാവ്. ഒന്നുകൂടെ പറഞ്ഞാൽ, താൻ നല്ല രീതിയിൽ ഭരണം നടത്തുന്ന കാലത്ത് മഹാനവറുകളുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്ന ഫോട്ടോ അടക്കം ഈ അടുത്ത കാലത്ത് തെക്കുദൂരത്തിൽ നിസ്കരിക്കുമ്പോൾ നെഞ്ഞിന്റെ പൊക്കങ്ങളുടെ കൈകെട്ടിയ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു സുവിശ്വാസിയാണ് എന്നതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും അമേരിക്കയോടും ശരിക്കും പ്രതികരിച്ചുകൊണ്ട് പിടിച്ചു നിന്ന ആ പ്രതികരണശേഷിയുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിലെ തലവനെ ഊറ്റിക്കൊന്നു എന്നത് മാത്രമല്ല വിഷയം. മറിച്ച് അത് തെരഞ്ഞെടുത്ത ദിവസം ബലിപെരുന്നാളിന്റെ ദിവസമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാക്ഷാൽ ആരാച്ചാറായ ജോർജ് ഡബ്ല്യു ബുഷ് അടക്കം അയാളുടെ ഹെൽപ്പറായ ബ്രയറടക്കം ഇപ്പോൾ അനേകം കാത് ഭക്ഷിച്ച ശേഷം കൊക്കിൽ നിന്നുള്ള കാക്കയെ പോലെ ഇപ്പോൾ കുമ്പസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രയറടക്കമുള്ളവര് പത്രത്തിനോട് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇന്നർ വരുന്നത് അവർ കരുതിയിരുന്നില്ല എന്ന കേവലം ലോകത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള കാപട്യത്തിന്റെ വാക്ക് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിലൂടെ ലോക മുസ്ലിംകളുടെ സന്തോഷകരമായ ബലിപെരുന്നാളിന്റെ ആഘോഷത്തിൽ മങ്ങലേൽപ്പിക്കുക എന്ന ഒരു തത്വവും അതോടൊപ്പം പെരുന്നാളിന്റെ ആഘോഷ ദിവസം ഈ നീതിമുഖ്യം ചെയ്താൽ മുസ്ലിംകളുടെ പ്രതികരണശേഷി അല്പമെങ്കിലുമൊക്കെ തണുപ്പിക്കാൻ കഴിയുമെന്നുള്ള അവരുടെ ചിന്താഗതി എല്ലാറ്റിനും പുറമെ ലോക മുസ്ലിം പ്രതിനിധികളായ 27 ലക്ഷം മുസ്ലിംകള് അങ്ങ് പരിശുദ്ധ മക്കയിൽ ഹജ്ജിന് വേണ്ടി സംഗമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ സദ്ദാമിനെ വധിച്ചതിനെ അനുഭവിക്കുന്ന ഷിയാവിക വിഭാഗവും പ്രതികരിക്കുന്ന സുന്നി വിഭാഗവും അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ 2 വിഭാഗം, ഒന്ന് സുന്നി മറ്റൊന്ന് ഷിയ. ഇവിടെ കാണുന്ന 8 12 മുജാഹിദീന്റെമാരും വെളിയിലൊന്നും ലോകാപുരത്തിൽ ഏറ്റിലും പാട്ടില്ല. അത് നമ്മുടെ നാട്ടിലെ 10 ദിവസവും 2 ദിവസവും പോലെയാണ്. പൈസയാണെന്ന് വെച്ച് കണക്ക് കൂട്ടരുന്നല്ലോ. ഇന്നത്തെ ലോകാടിസ്ഥാനത്തിലുള്ളത് ഒന്ന് ഷിയ മറ്റൊന്ന് സുന്നി. ഈ 2 ശക്തികൾ തമ്മിൽ ശ്രദ്ധാമതത്തിന് അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർത്ത് മറുപാടും പ്രതികരിക്കും. ഹറമെന്ന മണ്ണിൽ യോഗ്യമുട്ടലുകൾ നടക്കും. യോഗ്യമുട്ടലുകൾ നടന്നാലോ ഹജ്ജിന്റെ കർമ്മങ്ങൾ മരീസമാകും, ഹറം വികൃതമാകും. ബോധക്കുന്നെങ്കിൽ മുസ്ലിംകളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് അമേരിക്കൻ യാന്ത്രിയന്മാരൻ നടപ്പിലാക്കിയ ചീനളിഞ്ഞ പ്രവർത്തനമായിരുന്നു സദ്ദാമിന്റെ വധം. ഞാൻ വിശദമായി നിങ്ങൾക്ക് കടക്കുകയില്ല. ഇതെന്തും ഞാൻ ഇപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ ഇതടക്കമുള്ള മുസ്ലിംകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അതിലൂടെ വന്ന് പലസ്തീനിലൂടെ കേറിയിറങ്ങി അഫ്ഗാൻ ഒട്ടത്തിനുകളിൽ കടന്ന് കാശ്മീർ താഴ്വരയിലെത്താണ്ടി പരിപരമായ ബാബരി മസ്ജിദിന്റെ അവശിഷ്ടങ്ങളിലൂടെ ചവിട്ടിക്കടന്ന് നാം കൊച്ചു കേരളത്തിലെത്തുമ്പോൾ ബലിപെരുന്നാൾ ആഘോഷം 4 ദിവസം ചുരുങ്ങിയുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന ഒരൊറ്റ ദിവസത്തെ ലീവടക്കം, മാറാട് വിച്ഛേദമുള്ള പള്ളിയിലോട്ടുള്ള കറണ്ട് വിച്ഛേദമടക്കം ലോക മുസ്ലിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ മുസ്ലിംകൾക്ക് പ്രശ്നങ്ങളാണ്. ഇതിലാർക്കും തർക്കം കാണില്ല. എങ്കിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? ഇതാണ് ബുദ്ധിയുള്ള മുഴുവൻ മുസ്ലിംകളും ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ഇന്നിന്റെ മുസ്ലിംകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലികമായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രവാചകർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പരിഹാരം?
വിശാലമായ ഒരുപാട് പരിഹാരങ്ങൾ ഉപദേശിച്ച കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹു ബിഹി അവ്വലുഹാ. ഈ എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം വരുന്ന മുസ്ലിമുകൾ നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുമ്പോൾ അവർക്കൊരിക്കലും തന്നെ നന്മ കൈവരിക്കാൻ കഴിയില്ല, നന്നാകാൻ കഴിയില്ല ഒരൊറ്റ കാര്യം കൊണ്ടല്ലാതെ. ഏതാണ് ആ കാര്യം? സാമ്പത്തികമായി ഔന്നിത്യം സിദ്ധിക്കലല്ല, വൈജ്ഞാനികമായി ഭൗതിക മേഖലയിൽ മുൻപോട്ട് കുതിക്കലല്ല, ആൽപരമായി ശക്തി തെളിയിക്കലല്ല, ഭരണം പിടിച്ചെടുക്കലല്ല. ബഹുമാനപ്പെട്ട പ്രവാചകർ പറയുന്നു, ശരിക്കും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ തലമുറ ഏതൊരു റൂട്ടിലൂടെയാണോ, ഏതൊരു കാര്യമാണ് വിശ്വസിച്ചത്, ഏതൊരു കർമ്മമാണ് പ്രവർത്തിച്ചത്, ഏതൊരു ശൈലിയാണ് സ്വീകരിച്ചത്, ഏത് റൂട്ടിലാണ് അവർ നീങ്ങുന്നത്, ആ നയത്തിലേക്ക് വരുന്ന മുസ്ലിങ്ങൾ നീങ്ങിയാറില്ലാതെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഈ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം കണക്കിലെടുക്കുമ്പോഴാണ് മർക്കസിന്റെ പ്രസക്തിയും അമർന്നലമാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിന്റെ ആവശ്യകതയും വിശ്വസത്തിന്റെയും മുസ്ലിമിനൊക്കെ കാലിക പ്രസക്തിയും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒക്കെ ചെന്നുകൂടെ പറയുന്നു, ഒരു നോക്കാൻ ഒരു 3 കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോക്കാൻ ദൂരം, അതുകൊണ്ട് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദോഷം മാറിക്കൊടുത്താൽ വഴി വിട്ടുകൊടുക്കാൻ പ്രതിലേക്ക് വന്ന് അതും കൂടെ അങ്ങോട്ട് പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ വഴി എങ്കിലും കൊടുത്ത് സഹകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ഒന്നുകൂടെ ഉണർത്തുക. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ പഴയ ശൈലിയിലേക്ക് മടങ്ങുകയാണ്. ആ പഴയ ശൈലിക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇതിന് പഴയ ശൈലിയിൽ നമ്മുടെ സുന്നികളിൽ എന്ന് പറയും. അതൊന്നുകൂടി വിശദീകരിക്കുമ്പോൾ ആവഴിയായി ഉസ്താദമാരിലൂടെ പാരമ്പര്യമായി ലഭിച്ച 100 എന്ന് പറയും. ഒന്നുകൂടെ നമ്മൾ നന്നാക്കി പറഞ്ഞാൽ താബിഈങ്ങളും സലഫുസ്സാലിഹീങ്ങളും സച്ചരിതരായ ജാമികളും മഹാന്മാരായ സ്വഹാബത്തോടൊപ്പമുള്ള പൂർവ്വകാല മഹാന്മാരുടെ മാർഗം എന്ന് പറയും. ഈ മാർഗത്തിലേക്ക് തിരിച്ചു പോകലാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. ഇത് ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കാനുള്ള കാരണം, ഇപ്പോൾ 1921 വരെ ആ പഴയ ശൈലിയിൽ തന്നെ മുസ്ലിങ്ങൾ കേരളത്തിൽ ജീവിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തും അഭിമാനവും ആഭിജാത്യവും ഉണ്ടായിരുന്നു. ലോകത്തിന്റെ മൊത്തം ചരിത്രവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ പഴയ പാരമ്പര്യം ശരിക്കും തകർത്തെറിഞ്ഞ് പൂർവ്വകാല മഹാന്മാരുമായുള്ള കണക്ഷൻ വിച്ഛേദിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മതത്തെ മാറ്റണമെന്ന് ശരിക്കും പ്രചരിപ്പിച്ച് പൂർവ്വകാല മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളെ അവഗണിച്ച് എന്റെ ബുദ്ധിയിൽ വരുന്നതാണ്, യുക്തിക്ക് അനുസൃതമായതാണ് ഇസ്ലാമും ആചാരങ്ങളും എന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുത്തരാശയക്കാർ നടത്തിയപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. യുവജനതബ്ലീഗ് കമ്പനിക്കുള്ളിൽ അടങ്ങിയും എല്ലാവരും അങ്ങനെ പ്രചരണം നടത്തി മുസ്ലിങ്ങളെ പഴയകാല ശൈലിയിൽ നിന്നും ആത്മീയ തത്വത്തിൽ നിന്നും പൂർവ്വകാല ആചാരങ്ങളിൽ നിന്നും കർമ്മക ചിന്തയുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ നിന്നും മഹത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ നിന്നും മുസ്ലിങ്ങളുടെ ബാഹ്യമായി കാണുന്ന സംസ്കാരങ്ങളിൽ നിന്നുമൊക്കെ ചെറുപ്പക്കാരെ വലിച്ചുകൊണ്ടുപോയി മാറ്റി 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 അവസാനം ചെറുപ്പക്കാരുടെ തലമറക്കൽ നിർത്തി വെള്ളവസ്ത്രം ഒഴിവാക്കി കുട്ടികളുടെ ഭാഷയിൽ മാറ്റി ബാങ്കുകളിൽ വെട്ടിക്കുറച്ച് താരീഖ് റെഡ്യൂസ് ചെയ്ത് മരിച്ചടക്കുന്നത് ഒഴിവാക്കി മരണജീവനം വന്നാൽ പിന്നെ ബന്ധം പാടില്ലെന്ന് പ്രഖ്യാപനം നടത്തി സ്ത്രീകളെ പിടിച്ച് രംഗത്തേക്കിറക്കി സ്റ്റേജിലാക്കി പോക്കി ഗ്രൗണ്ടിലാക്കി ഇറക്കി അവസാനം സാമ്യാമീർസമാരെ പോലെ പരസ്യമായി ഗ്രൗണ്ടിൽ വെച്ച് ചെറുപ്പക്കാരെ കെട്ടിപ്പിടിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്ത് കഴിവാടിപ്പാടുള്ള സംസ്കാരത്തിലേക്ക് വരെ ആധുനിക യുഗത്തില് ഇസ്ലാമിസ്റ്റുകൾ എത്തിയപ്പോൾ ഇപ്പോൾ
എത്തിയപ്പോൾ അവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു, അല്ല പള്ളിയിലേക്കാ കൊണ്ടത്. ഈ വർഷത്തെ മർക്കസ് സമ്മേളനത്തിന്റെ പ്രസംഗം നടക്കുമ്പോൾ മർക്കസിന്റെ സന്ദേശം പറയുമ്പോൾ നമുക്കൊന്നുകൂടെ അഭിമാനത്തോടുകൂടെ പറയാം, നമ്മൾ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ആ ഒരവസ്ഥയിലേക്ക്, ആ ഒരു നയത്തിലേക്ക് എഴുത്തിലാണെങ്കിലും യുവത്തിലാണെങ്കിലും ഉത്തരാശയക്കാർക്കൂടെ കടന്നു വന്നിരിക്കുക. അൽഹംദുലില്ലാഹ് കമറുള്ളമാ കാന്തപരിഷ്കാരങ്ങളും രാജ്യങ്ങൾ ഉള്ളാരെങ്കിലും തിരിഞ്ഞ് 10-20 കൊല്ലം നമ്മൾ ഇടത്തിൽ വളർത്തുന്നേക്കാതെ സ്വന്തം പരിഹരിക്കാതെ ത്യാഗം സഹിച്ച് വേണ്ടപാട് ചൂടാതെ അവരടക്കം മാറ്റം വരുത്തി. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഒരു ന്യൂസിലേഷൻ അല്ല റിസാർവേഷൻ, സത്യപ്രവേശേഷൻ തന്നെയായിരിക്കും. ഏതായിരുന്നാലും സാവേശം എന്ന പേരിൽ മാസപ്പുറയിലൊക്കെ ആകെ നഷ്ടമായ വിഭാഗം അങ്ങനെ ഒരു പദ്ധതി സംഘടിപ്പിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വിളിക്കാതെ കടന്നതായ ഒരു വിശ്വാസം തിരിച്ചു പോരുക. ഇതേപോലെ തന്നെ പറഞ്ഞ സമൂഹത്തിൽ വിളിക്കാത്തതായിരുന്നു, പറഞ്ഞ സമൂഹത്തിൽ അവർ നൽകി. കുടുംബത്തിൽ വീടാന്തരം കേറിയിറങ്ങി പുരുഷന്മാരെ പോലെ തന്നെ പ്രസംഗത്തിന് പ്രസംഗിക്കുന്ന പെണ്ണുങ്ങളും മുന്നത്തേക്ക് ഇറങ്ങി. അങ്ങനെ വിതരണം നടത്തിയ പല സാധനങ്ങളിൽ 2 എണ്ണം എന്റെ കയ്യിലുണ്ട്. 2 നോട്ടീസ്. ഇവ രക്ഷാമാർഗം, മറ്റൊരു മാനസഹോദരാശുഖങ്ങൾ. ഇത് 2 നമ്മുടെ കാതകളും മൊത്തത്തിൽ വിതരണം നടത്തിയത്. ഇതിനടക്കെന്ന് പറയുന്നത് സാമ്പരം എന്ന് പറഞ്ഞാലും ആന്തരസ്ഥാപിന്റെ ശൈലിയാണ് ഇപ്പം വേണ്ടത്. ഞാൻ പറഞ്ഞല്ല, സമസ്ത ജിന്നത്തിന്റെ ശൈലിയാണ്, അതൊക്കെയാണിപ്പോ ആ ആദർശമാണ് വേണ്ടത്. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി അതിന് പേരുമാറ്റം വായിക്കാം. വിശദമായി എന്നിട്ട് കിടക്കുന്നില്ല. കാരണം നാളെ വളരെ വിശാലമായ പ്രവർത്തനങ്ങൾക്കും ശരിക്കും നല്ല പ്രവർത്തനങ്ങളുടെ സംവിധാനത്തോട് കൂടെ തന്നെ വരുന്നതുണ്ട്. ഏറ്റവും കൃത്യമായ ലക്ഷ്യബോധത്തോടെ ആദർശവും സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും സ്വീകരിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നാം എന്തിനും മുസ്ലിമായി ഇല്ലാതെയുള്ള എന്ന അടിത്തറയിൽ ജീവിത സംസ്കാരം ക്രമീകരിക്കേണ്ടത് ഏതുവിധം എന്നീ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നമുക്കുണ്ടായിരിക്കണം. മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരം വിശകലനം ചെയ്യുമ്പോൾ തനതായ ആദർശാടിത്തറയിൽ നിന്നും ലക്ഷ്യബോധത്തിൽ നിന്നും വലിയൊരു വിഭാഗം കടുത്തകർച്ചയിലാണെന്ന് നാം ബോധനയോടെ കാണുന്നു. ശ്രദ്ധിച്ചോളൂ. ഈ സന്ദേശത്തിന് പിന്നിൽ നടന്നു, അതിനോട് നോട്ടീസരിച്ചോ, അതിനോട് കാശ് പിരിച്ചോ, അതിനോട് സമയം തടഞ്ഞോ, അതിനോടൊക്കെ രക്ഷപ്പെടുന്ന ചിന്തമുണ്ടെങ്കിൽ അല്പമെങ്കിലും ഗവൺമെന്റ് സന്നാഹം നൽകിയിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്റെ ശബ്ദം വാങ്ങുന്ന സൂര്യനെ ചിന്തിക്കുക. ഇതിൽ പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ടിച്ച് ദൈവിക വിശദീകരണം നൽകി വാർത്തെടുത്ത മാതൃകാ സമൂഹം. അങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓടി എന്നിട്ട് ദൈവിക വിശദീകരണം നൽകി. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ثم إن علينا بيانا. അല്ലാഹു വിശദീകരണം നൽകി. وما ينطق عن الهوى إن هو إلا وحي يوحى. ثم إلى ربك والله صلى പഠിപ്പിച്ചു നടക്കുന്ന വിശദീകരണം റസൂലുള്ളാഹിക്ക് നൽകി. മാതൃകാ സമൂഹം ആരാണത്? അവരാണ് സ്വഹാബാക്കൾ. ആ മാതൃകാ സമൂഹത്തിന്റെ നിലപാടിലേക്ക് തിരിച്ചു വരേണ്ട ബാധ്യത നമുക്കുണ്ട്. മടങ്ങിപ്പോകാർക്ക് തിരിച്ചു വരാനുള്ള ബാധ്യത. അതുകൊണ്ട് നമുക്കുണ്ട് വിഭാഗിതന്റെ പ്രവർത്തകന്മാരോട് ഇവരുടെ നോട്ടീസ് തന്നെ പറയാ. അതുകൊണ്ട് വിഭാഗി സൂത്രക്കാരെ എത്ര പേർക്കുണ്ടെങ്കിലും ലാസ്റ്റ് ബസ്സിലെങ്കിലും ഒട്ടും ബേജാറാകണ്ട. അതെല്ലാം ശരിക്കും സദസ്സുകാർക്കുണ്ടെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം അവിടെ ഇരുന്ന്
ചോദിക്കുക. ബഷറിന് തകരാറുണ്ടെങ്കിൽ രൂപപ്പാടത്ത് കുഴപ്പമില്ല. പക്ഷെ പരിണാമത്തിന് മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ട് നോക്കുക. പ്രവാചകൻ വാഴ്ത്തടുത്ത മാതൃകാ സ്വഭാവത്തിൽ ആ സ്വഭാവത്തിന്റെ സമൂഹത്തിന്റെ നിലപാടിലേക്ക് തിരിച്ചു വരേണ്ട ബാധ്യത പദവികളിൽ അജണ്ടയിലുണ്ട്. എത്ര കാലായിട്ടുണ്ടാകുന്നതൊക്കെ പറഞ്ഞത് ഒരുപാട് കാലമായി വീട്ടിലേക്ക് വരുന്നു. കൃഷിക്ക് വ്യവസായം കടന്നു വരുന്ന വിരുന്നുകാരിയോട് വ്യവസായം ഒഴിഞ്ഞു കൊടുക്കാൻ എന്താ ഇങ്ങനെയുള്ള വഴിയൊക്കെ അറിയുവാണ്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണൊക്കെ പറയാൻ അറിയുവാണ്. ഒരുപാട് സാലഭസ്വാദികൾ അതിനാണ് നമ്മൾ മഹാന്മാരായ മുൻഗാമികളെന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുന്നത് നല്ലവരെ സംബന്ധിച്ചോടത്തോളം അഥവാ സുന്നികളെ സംബന്ധിച്ചോടത്തോളം അതേ ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് മഹാന്മാരെ വിൽക്കും കൊടുക്കുക, മഹാന്മാരുടെ പാണ്ടാവ, മഹാന്മാരുടെ വിശദീകരണ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ല പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ മഹാനായ പണ്ഡിതന്മാരെ സമീപിക്കും. ആ പണ്ഡിതന്മാർ പത്തുവത്തിനും ആ പത്തുവ പൂർവ്വകാലത്ത് പണ്ഡിതന്മാർ പത്തുവായിട്ട് നോക്കും. അങ്ങനെ തൊട്ട് ഞങ്ങൾ അംഗീകരിക്കും. കൊടുത്തതൊക്കെ പരമാവധി മാറ്റിപ്പല്ലാതിരിക്കാൻ ഞങ്ങൾ നടത്തും. മാത്രമല്ല പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തോട്ട് പറ്റുമെന്ന് മറ്റൊത്തിരി നോക്കും. അത് ഗാന്ധിജിക്ക് വേണ്ടി മാറ്റുന്നു, ഗാന്ധിച്ചിരിക്കുന്ന ഗാന്ധിജിക്ക് വേണ്ടി ഇതൊന്നും മാറ്റില്ല. നിറനാശികമായിട്ടുള്ള സാരിയാക്കി രക്ഷണമെന്നാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സംശയമായ മഹാനായ കണ്ണീർസ്ഥാനൊക്കെ പണ്ട് പുറത്ത് പറ്റുകയും ഇതൊക്കെ ഗാന്ധി കമ്പനിയാക്കി വൈപുസ്കരിക്കാൻ പാടില്ല, സംസ്കരിക്കാൻ പാടില്ല, നക്കാപ്പത്തി ചേർക്കാൻ പാടില്ല. അവരുടെ മുഖാകടക്കമുള്ള കർമ്മങ്ങൾക്ക് കാലിനാർ കാരണോട്ടം വയ്ക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമുണ്ടാകും. രണ്ട് മുസ്ലിങ്ങളെ തന്നെ പ്രാഥമികമായി ചെയ്യേണ്ട കർമ്മം അതും ചെയ്യാൻ പാടില്ല, അവസാനം ചെയ്യേണ്ട കർമ്മം അതും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രാഥമികമായി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിനെ കണ്ടെത്തിയാൽ ആദ്യമായി വിശേഷം ചോദിക്കുന്നത് അസ്സലാമു അലൈക്കും സലാം പറയുക. എന്നിട്ടാണ് കേൾക്കുന്നവർ ചോദിക്കുക, എന്നിട്ടാണ് കേശകന്മാർക്ക് ചോദിക്കുക, അല്ലെങ്കിൽ എന്താ വർത്താനെന്നൊക്കെ നമ്മൾ ചോദിക്കുക. പ്രാഥമികമായ ബന്ധം അവസാനത്തെ ബന്ധമോ ഭൂതം തുണിക്കുന്ന ശേഷമുള്ള നൈതികാരം. ഇത് രണ്ടും സമത്തോട് പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞു ചെയ്യാനും പാടില്ല. അത് ഉദാഹരണ പള്ളി വെച്ചിട്ടാണ് എന്താണെന്ന് ചെയ്യാവുന്നതല്ല. ഏതോരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അതാണ് പൂർവ്വകാലത്തെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ സംബന്ധിച്ച് പറയുന്നത് അതുകൊണ്ടല്ലോ ഞങ്ങളുടെ മഹാന്മാർ ഇപ്പോഴും സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഞങ്ങളെ പറ്റി പേര് ചൊല്ലും. അതുപോലെ തന്നെ കൈപിടിച്ച് ചോദിക്കും, ആർക്കാക്കി പറഞ്ഞു പാകപ്പോയത് വല്ലതും അവർ കൈനീട്ടിയാലും സ്വതക്കാൻ കൊടുക്കും. അങ്ങനെ മഹാന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. ഇവർ സുന്ദരമായ വിവാദത്തിൽ നോക്കിയാൽ അങ്ങനെ പരിപാടിയില്ല. അതുകൊണ്ട് കയ്യിൽ നിൽക്കുന്ന നീക്കാത്തല്ലാരും കൊടുക്കാറില്ല. ഇത് കൊടുക്കാതെ വേർക്കാത്തനാക്കാരും പറയാൻ തോന്നുന്നില്ല. കണ്ടാൽ തന്നെ സ്വപ്നം മുസ്ലിമിന്റെ മുക്കില്ല. അതുകൊണ്ട് തന്നെ ആ പഴക്കാലത്തേക്ക് മടങ്ങണമെന്ന വൈകി ഉദിച്ച വിവേകത്തിൽ നിന്നാണ് ഞാൻ വായന തുടരുകയാണ്. വൈദിക വിശദീകരണം നൽകി വാർത്തെടുത്ത മാതൃകാ സമൂഹത്തിന്റെ നിലപാടിലേക്ക് തിരിച്ചു വരേണ്ട ബാധ്യത എനിക്കുണ്ട്. സലഫുസ്വാദികൾ എപ്രകാരമാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യവും വ്യാഖ്യാനിച്ചുള്ള നോക്കണം പലപ്പോഴും. സലഫുസ്വാദികളും എപ്രകാരമാണ് ഖുർആനും പ്രവാചക ചര്യവും അനുസരിച്ച് ജീവിതം നയിച്ചത്. ആ രീതിയിൽ നമ്മുടെ ജീവിതവും ഇസ്ലാമികമാക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? അതെ, പ്രതീക്ഷ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിലയത്തിന്റെ ഇറച്ചിയോ സക്കാത്തിന്റെ അരിസംഖ്യ കിട്ടിയാൽ വെല്ലുവിളിയും താങ്കളുടെ ഭരണത്തിനോ അല്ലെങ്കിൽ സക്കാത്ത് കൊണ്ടുള്ള പൈസയിലോ ആരെങ്കിലുമൊക്കെ മൂലങ്ങളുണ്ടെങ്കിൽ സാമൂഹ്യ നോട്ടീസ് ചോദിക്കുന്നത് ആ സലഫുസ്വാലിഹിനെ ജീവിച്ച ആ മഹാന്മാർ ജീവിച്ച മാർഗം, ആ നിലപാടിനകത്തപ്പെട്ടത്, ആ നിലപാടിനൊക്കെ നമുക്കങ്ങനെ തിരിച്ചു
സാധിക്കും. ഇതല്ലോ ചോദ്യം. അതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ കാതിരൻ ഉണ്ടായിട്ടങ്ങൾ നമ്മളെ കാതിരുത്ത വാർത്തകളെ നമുക്ക് തിരിച്ചു വാങ്ങുകയാണ്. അതാണ് ഉറപ്പുകറിയല്ല. സ്ത്രീകൾക്കുണ്ടായി ഇസ്സത്തുണ്ടായിരുന്നു. ആ ഇസ്സത്ത് 21 ശേഷം അതിനൊക്കെ ഒരു തീയിലേക്ക് എണ്ണയിച്ചു എന്നതുപോലെ 45 ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. ആ എണ്ണത്തിനെ രൂക്ഷമാക്കാൻ വേണ്ടി ഇന്ന് 60 കഴിഞ്ഞ് കരുതീർണമാക്കുന്നുണ്ട്. അത് അടക്കാർക്ക് കാര്യം കൂടി അങ്ങനെ പല സൈസും വെള്ളത്തിലാണ്. അതിന്റെയും ശേഷമാണ് നമ്മുടെ ജോസൂരി മോഡി വെള്ളത്തിലുള്ളത്. അങ്ങനെ കുറെ ആളുകൾ പഴയക്കാലത്ത് ആത്മീയത നഷ്ടപ്പെട്ടു. 2 കാരണങ്ങൾക്കുണ്ട്. ഒന്ന് ചര്യാജ്ഞ ഒഴിവാക്കി. 2 അന്നത്തെ നേതൃത്വം വിവരമുള്ള പണ്ഡിതന്മാരായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടുത്തെ ഭൗതിക നേതാക്കൾ കാത്തിരുന്നു. ആ ചരിത്രം മാറ്റിക്കുറിച്ചു. മുസ്ലിംകൾ അനുവദിച്ചു. പക്ഷേ 1989 ശേഷം ഇവരെ കാണിയുടെ കുത്തുബ് സമയം ആവശ്യമൊക്കെ ആ പാരമ്പര്യമൊക്കെ കേരളത്തിന്റെ കഴിയുന്നപ്പോൾ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ അൻപത്തിന്റെ കേരളമായിട്ടുള്ള ആ കേരളത്തിനാക്കി തിരിച്ചുകൊണ്ടുപോയി സുന്നത്തികമായിട്ടുള്ള സമൂഹമാക്കി മാറ്റാൻ നമ്മുടെ നേതാക്കളൊക്കെ പറഞ്ഞു. എനിക്കത് നാടകത്തിലേക്ക് കടന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുള്ളത് ഒന്ന് സച്ചരിതരായ സ്വഭാവത്തിൽ അകമാർഗമായ രക്ഷ, മറ്റുണ്ടാകുക സർവശാലീയ മാർഗം. അതാണ് രക്ഷയെന്നാൽ മുമ്പറിയത്തെ ഈ 2 രക്ഷയും മുജാഹിദില്ല, ജമാഅത്തില്ല, ബഹുവീരില്ല. എന്തുകൊണ്ടോ പഴയ ചിലസ്പ്രകാരമുണ്ടെന്ന് ബക്കറ്റ് ബക്കറ്റിൽ കയ്യിലൊരുക്ക ശബ്ദം കിട്ടില്ല. ഇതായിരുന്നാലും ഞാൻ കണ്ടുകൊണ്ടുള്ളത് ഈ രീതിയിൽ ആ പഴയക്കാലത്ത് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു എന്ന് പറയുന്ന മുജാഹിദിനോട് ജമാഅത്തിനോട് ബഹുവീരിനോട് കാതിയാനിക്കോ പറയലല്ലാതെ സത്യത്തിൽ അവർക്ക് ഈ പാരമ്പര്യം ഇല്ല എന്ന് ഞാൻ വെറുതെ പറയല്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന പാർട്ടി 1941 രൂപീകരിച്ച സമയത്ത് തന്നെ സയ്യിദ് അബുല്ലാല മൗദൂദി അയാളാണ് അതിന്റെ നിർമ്മാതാവ്. ആ നേതാവ് തുറന്നു തന്നെ പറഞ്ഞു, ഞാൻ ആ പാരമ്പര്യം അതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു പുതിയ തിയറിയുമായിട്ടാ വരുന്നത്. തങ്കീദോ തഹ്ഖീഖ് की सलाहियत पैदा करने के बाद भला काम जो मैंने किया वो यही था, बेरूहमत का करादा अपनी गिरदन से उतार फेंका जो मुझे मीरात में मिली थी. മൗദൂദി സാഹിബ് തുറന്നു പറഞ്ഞു, മൗജൂദ മുസൽമാൻ ഔർ സിയാസി കശ്മകശ് എന്ന ഉറുദു പുസ്തകത്തിന്റെ 19ാമത്തെ പേജിന്റെ അടിഭാഗത്ത് തുടങ്ങി 20ാമത്തെ പേജിന്റെ മുകൾ ഭാഗത്ത് അവസാനിക്കുന്ന 6 വരികൾ അവിടെ കാണാം. ഇത് തങ്കീദോ തഹ്ഖീഖ് की सलाहियत पैदा करने के बाद ഖുർആനിലും സുന്നത്തിലുമൊക്കെ അഗാധമായി ആഴത്തിലേക്ക് ഇറങ്ങി ഗവേഷണം നടത്താനുള്ള കഴിവ് ആർജിച്ച ശേഷം ഭലാക്കാം ജോ मैंने किया, ഞാൻ ആദ്യം ചെയ്ത പ്രവർത്തനം ഇതാ. എന്താണത്? ജീവനില്ലാതെ കിടക്കുന്ന ഈ മതത്തിന്റെ ചങ്ങല അപ്നി ഗിർദൻ സേ ഉത്താർ ഫേങ്ക, എന്റെ പെരടിയിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ജോ മുझे മീറാസ് മേ മിലി ഥി, ആ മതവും ദർശനവും ആദർശവും എനിക്ക് പരമ്പരാഗതമായി ലഭിച്ചതാണ്. അപ്പൊ പാരമ്പര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പരസ്യമായി വന്ന ടീമാണ് മൗദൂദിയുടേത്. തബ്ലീഗ് ജമാഅത്തോ ഒട്ടും പറയില്ല. എന്തുകൊണ്ട്? നേതാവ് ഷാ മുഹമ്മദ് ഇല്യാസ് അയാളുടെ വാമൊഴികളൊക്കെ രേഖപ്പെടുത്തി വെച്ച മൽഫൂദാത്ത് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ തുറന്നെന്ന് പറയുന്നുണ്ട്, ख्वाब नबूवत का चला 46वां हिस्सा है. अच्छे बाद लोगों को ऐसी ख्वाब में तरक्की होती है
ധരിക്കോ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത്, ആളുകളിൽ പ്രവാചകത്വത്തിന്റെ ഒരു ഭാഗമാണ് സ്വപ്നം. സ്വപ്നത്തിൽ ചില പുരോഗതിയൊക്കെ ഉണ്ടാകും. 46 ഒരു അംശമാണത്രേ. ഇത് പറഞ്ഞ ശേഷം അവസാന ഭാഗത്ത് പറയുന്നത്, ഈ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മാർഗവും എനിക്ക് തലക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ എണ്ണ തേച്ചുറങ്ങിയപ്പോൾ ഉറക്കത്ത് കിട്ടിയതാണ്. ഇത് ഞാൻ പറയല്ല, മൻസൂർ നുഅ്മാനി മൽഫൂദാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 58ാമത്തെ പേജിൽ എഴുതി വെച്ചതാണ്. അവരും അങ്ങനെ തന്നെ. പിന്നെ ഈ അടുത്ത് സൗദി അറേബ്യയിൽ ഈദ്ഗാഹ് നടത്തിയപ്പോൾ പിടിത്തത്തിൽപ്പെട്ട് ഇന്നലെ കയറ്റി അയച്ചൊരു ഭാഗമുണ്ട് ഖാദിയാനികള്. നമ്മളെ ചില മുസ്ലിം നേതാക്കന്മാരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തു ആ മഹാഭൂരിപക്ഷത്തെ രക്ഷപ്പെടുത്താൻ. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ആ ഖാദിയാനികൾ, അത് പിന്നെ ഏതായിരുന്നാലും പഞ്ചാബിലെ മിർസാ ഗുലാം അഹമ്മദാണ് നേതാവ് എന്നും ഇതുവരെ വന്ന മുഹമ്മദ് നബിക്ക് ശേഷമുള്ള നബിമാര് വരുമെന്നും ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ നമുക്ക് തള്ളാം. പിന്നെ ഉള്ളത് നമ്മളെ JCB മൗലവിയ. അതിപ്പോ പരിഗണിക്കേണ്ട ആവശ്യം തന്നെയല്ല. കാരണം CBI തെരഞ്ഞിട്ട് തന്നെ ഒരു പിടുത്തം കിട്ടാത്ത സ്ഥിതിക്ക് അയാൾ ആശയത്തിൽ പറഞ്ഞ് നമ്മൾ പോയ ഒരു പിടുത്തം കിട്ടൂലാനുള്ള കാര്യം ഉറപ്പല്ല. ഏതോ ആകട്ടെ, ഇങ്ങനെ എല്ലാവരും ബന്ധം ഒഴിഞ്ഞവരാ. ഇനിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എടുത്തു നോക്കിയാലോ അവസ്ഥ മറിച്ചല്ല. അവര് തുറന്നു തന്നെ പറഞ്ഞു, സ്വഹാബത്താണ് ഇവിടെ ലൂസ് മോഷൻ നോട്ടീസിൽ ആദ്യം പിൻപറ്റാൻ വേണ്ടി പറഞ്ഞ ഈ ഭാഗം. എന്നാൽ ഇവരെ തന്നെ എഴുതി വെച്ചതോ, സ്വഹാബത്തിന്റെ പ്രവർത്തനമൊന്നും ദീനിൽ തെളിവേ അല്ല. എത്രയോ സ്റ്റേജുകളിൽ നമ്മളെ കൊട്ടപ്പുറം മുതൽ അതിന്റെ അപ്പുറം ഒരുപാട് വേദികളിൽ നമ്മുടെ നേതാക്കന്മാർ പഴയ കാലത്ത് പറഞ്ഞതും കാണിച്ചതുമാണ്. വിശദമായി ഞാനത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിക്കോ, MT അബ്ദുറഹ്മാൻ മോദി വാഴക്കാട് എഴുതിയ ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു, പ്രസ്തുത ചരിത്ര സത്യങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും, നോക്ക് നിങ്ങളോ, സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഖുത്ബ ഉപദേശം ചെയ്തിരുന്നുവെന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നുവെന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല. പച്ച മലയാളത്തില് സ്വഹാബത്തിനെ പരസ്യമായി തള്ളിയതാ. ഇപ്പൊ പറയും അയാൾ ഞങ്ങളെ ഗ്രൂപ്പല്ല മുസ്ലിയാരെ, മറ്റേ ഗ്രൂപ്പാ. നിങ്ങൾ മുജാഹിദ് 2 ഗ്രൂപ്പായി ഇപ്പൊ അടുത്താ അല്ലേ? 2002 ശേഷമാണ് എറമു കോമു 2 മുജാഹിദായി പിരിഞ്ഞത്. എറണാകുളം മുജാഹിദും കോഴിക്കോടൻ മുജാഹിദും. അതേ സമയത്തോ മുമ്പ് കോഴിക്കോടൻ മാങ്ങ അതൊക്കെ വിൽക്കാണ്ടായിരുന്നു. ഇപ്പഴാ കോഴിക്കോടൻ മുജാഹിദ് കണ്ടെത്തിയത്. അങ്ങനെ പലതും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വായിച്ചു തരാം. ഏതായിരുന്നാലും ആ 2 ഗ്രൂപ്പാകുന്ന 2002 അതേസമയത്ത് 80കളിലാണ് കൊട്ടപ്പുറം സംവാദം നടക്കുന്നത്. അതിന്റെ മുമ്പാണ് ഈ ബുക്ക് ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾ തലാക്ക് ചൊല്ലി ഭാര്യയും ഭർത്താവും വേറിരിണതിന് മുമ്പുണ്ടായ കുട്ടി തന്നെയാണിത്. വാപ്പാക്കും ഉമ്മാക്കും ബാധ്യത ഉള്ളതാ. അതുകൊണ്ട് പരസ്യമായി തന്നെ നിങ്ങൾ എഴുതി, സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണ്. ഇതൊരു സ്ഥലത്ത് എഴുതി പോരാ. വേറൊരു സ്ഥലത്ത് പറഞ്ഞു, സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവരും ദീനിൽ ഇല്ലാത്ത അനാചാരങ്ങളൊക്കെ കടത്തിക്കൂട്ടിയവരുമാ. ഞാൻ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ മുജാഹിദ് സത്യാണെന്ന് കരുതിയിട്ട് കൂടിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു ചെറിയ ചേഞ്ചിങ്ങിന് വേണ്ടിയാ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങളുടെ പരലോകത്തിന് നന്ന്. ലൂസ് മോഷൻ നോട്ടീസ് പറയുന്നത് സ്വഹാബത്തിനെയാണ് മാതൃകയാക്കേണ്ടത്. അതേസമയത്ത് പുസ്തകം പറയുന്നത് കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണ്. പോരാ, ഒന്നുകൂടെ ഞാൻ അതിനുവേണ്ടി വായിക്കുന്നു. ഇത് 1959 ഒക്ടോബർ ലക്കത്തിലെ അൽമനാർ. ഈ പറയുന്നത് എന്താ നിങ്ങള് കേട്ടോളൂ. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിംകളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. കേട്ടോളൂ. ഇനി ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. റസൂലുള്ളാഹി വഫാത്തായിട്ടേ ഉള്ളൂ.
അപ്പോഴേക്ക് തുടങ്ങി വിധേയത്ത്. എവിടെ? കൊണ്ടോട്ടി പത്തതിലല്ല, പിന്നെ അവിടെ നടക്കുന്ന അദ്ദാദറാത്തിബ്, മാല, മൗലിദ്, കുത്തുബിയത്ത്, കൂട്ടുപ്രാർത്ഥന, കുനൂത്ത്, കുത്തുബന്റെ പ്രസംഗം, കുത്തുബന്റെ അറബിയിലുള്ള പ്രസംഗം, അതേപോലെ ജുമാന്റെ 2 ബാങ്ക്, തറാവീന്റെ 20, അങ്ങനെ കുറെ ആചാരങ്ങളാണ്. ഇതെവിടെയാ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ള വഫാത്തായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി പുതിയ പരിപാടി. കേട്ടോളൂ, ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. ഏതാ ഉമർ? നമ്മളെ മലപ്പുറത്തെ സിറാജിന്റെ റിപ്പോർട്ടർ ഉമറാക്കിയല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആത്തപ്പന്റെ മാസം ഇറ്റങ്ങൾക്ക് എന്തത്ത് റളിയല്ലാഹു അൻഹു നമുക്ക് ചൊല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് തുടങ്ങി വെച്ചത്. കേട്ടോളൂ, ഉസ്മാൻ അവറുകളുടെ കാലത്ത് സർവപ്രചാരം സിദ്ധിച്ചു. അപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തറക്കല്ലിട്ടു കൊടുത്തു. എന്തിന്? അനാചാരത്തിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാക്കി ബിൽഡിംഗ് ഉണ്ടാക്കി. കേട്ടോളൂ, രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ എവിടെ? ലീഗും കോൺഗ്രസും അല്ല, UDP INL അല്ല, BJP CPM അല്ല, CPI ജനതാദളുമല്ല. സ്വഹാബാക്കിറാം മദീനത്തെ സ്വഹാബത്തിനെ പറ്റിയ പറഞ്ഞ് ന്യൂസ് മോഷൻ നോട്ടീസുകളെ കയ്യിലുണ്ടല്ലേ? ഒരാവർത്തി ഒന്ന് വായിക്കുക. വൈദ്യരെ സ്വയം ചികിത്സിക്കുക, വിതരണം നടത്തിയവരെ സ്വന്തം ഒന്ന് വായിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്നത് വിലയിരുത്തുക. ഇതൊരു വലിയ ആനക്കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ കാര്യം. ഒരുത്തമറിയാം, അത് മറിഞ്ഞാൽ അറിയും സുന്നത്യമായത്താണ് ശരി, ബാക്കി നരകത്തിലേക്കാ. കേട്ടോളൂ, അങ്ങനെ രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോട് ഇത്തരം കഥാപ്രസംഗകന്മാര് ഈ കഥാപ്രസംഗന്മാര് പാർട്ടി പ്രചരണത്തിനുള്ള ഒരായുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. പോരെ, രാഷ്ട്രീയക്കാര് പൈസ കൊടുത്തിട്ട് മദീനപ്പള്ളിയിൽ നിന്നിട്ട് വേണ്ടാത്ത പറയാ. പറയിപ്പിക്കുന്നതോ കാന്തപുര ഉസ്താദല്ല, ഉള്ളാൾ തങ്ങളല്ല. ഉമറുൽ ഫാറൂഖും ഉസ്മാൻ അഫ്ഫാനും റളിയല്ലാഹു അൻഹുമാ. നോക്കിക്കോ, ഈമാനുണ്ടോ ശരിക്കുമെന്ന് ആലോചിച്ചോ. ഇത് കേവലം ലീഗും കോൺഗ്രസും മാറും പോലെയല്ല, രാഷ്ട്രീയം മാറും പോലെയല്ല, അള്ളാഹുവിന്റെ ദീന. അതുകൊണ്ടാണ് നാം പരിപാടി സംഘടിപ്പിക്കുന്നത്. കേട്ടോളൂ, പ്രസംഗകൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കും, ശ്രോതാക്കൾ ചുറ്റിലും ഇരിക്കും. ജനങ്ങളെ സൽക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, തെറ്റുകളിൽ നിന്ന് വിരമിക്കുന്ന ഹദീസുകൾ, ചരിത്രകഥകൾ, മുൻ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങളിൽ വിവരിക്കുക. എന്നാൽ ഈ കഥാകാരന്മാർ അധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ചിന്താ വിഷയം. നോക്കണേ, വാക്കിന്റെ പോക്ക് നോക്കണം. ദാവി പറയുന്നത് ഇന്നുണ്ടായിട്ടല്ല, അവരൊക്കെ മറ്റേന്ന് ഇങ്ങോട്ട് വന്നവരാണ് എന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറപ്പന്റെ ഉള്ളിലാണ് കുണ്ടമ്പടി. ഇയാളാ പറഞ്ഞതിനർത്ഥോ നിങ്ങൾക്കോട് തീർന്നിട്ടില്ല. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. എളാപ്പാന്റെ വീട്ടിന്റെ പേരല്ല പറഞ്ഞ, സ്വാബിന്റെ പേര് റളിയല്ലാഹു അൻഹു. കേട്ടോ, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെയോ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ അനുവാദം നൽകി. അപ്പൊ തന്നെ കുത്തുവിമർശനം 2-ാം തിരിയുന്നുണ്ട്. കാരണം കുത്തുബൻ റളിയല്ലാഹു ഓതുക, എന്നിട്ട് പിന്നെ പ്രസംഗിക്കാനാ പിന്നെ അവസരം കൊടുക്കള്. ഏത്? അപ്പൊ കുത്തുബന്റെ ഉപദേശം വേറെ നടന്നിട്ടുണ്ട്, വേറെ നടന്നിട്ടുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങോട്ട് ഇപ്പൊ വിഷയമല്ലാത്തോട് കിടക്കണില്ല. ഉസ്മാന്റെ കാലത്ത്, ഏത് ഉസ്മാനാ? നമ്മളപ്പുറത്തുള്ള ഉറമ്പുറത്തുള്ള ഉസ്മാൻ അല്ല, റളിയല്ലാഹു അൻഹു. നോക്കണം നിങ്ങൾ, ഉസ്മാന്റെ കാലഘട്ടത്തിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. ഈ കഥകൾ അധികവും വാസ്തവ വിരുദ്ധങ്ങളായിരുന്നു. എങ്ങനെ? ഇതിന്റെ ഗൗരവം ഉമ്മമാരെ ചിന്തിച്ചോ? ഉപ്പമാരെ ആലോചിച്ചോ? കാന്തപുരം കളവ് പറയും, ഉള്ളാൾത്തങ്ങൾ കളവ് പറയും, അല്ലെങ്കിൽ സമസ്തന്റെ ആൾക്കാർ കളവ് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം. അവർ ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഖുർആന്റെ പ്രതി അല്ലെങ്കിൽ ഖുർആന്റെ ആശയം ഏൽപ്പിച്ചു പോയത് സ്വഹാബാ കിറാമിന്. അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തത് സ്വഹാബാ കിറാമിന് അല്ലേ? സ്വഹാബാ കിറാമിന് ടൈറ്റിൽ കൊടുത്തതാരാ? നമ്മളല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ.
വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. കണ്ടോ നിങ്ങളോ, സ്വഹാബാ കിറാമിന് റളിയല്ലാഹു അൻഹു എന്ന ടൈറ്റില് അല്ലാഹു കൊടുക്കുന്നതാ. അതുകൊണ്ടാണല്ലോ എന്റെ പേര് നോട്ടീസൊക്കെ എടുത്തപ്പോ കണ്ടില്ല നിങ്ങള്, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ടൈറ്റിൽ കൊടുത്തു സഖാഫി വത്തപ്പിരിയം. ഇങ്ങനെ കൊടുത്ത് നേരെ മറിച്ചോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ടൈറ്റിൽ കൊടുക്കുന്ന അല്ലാഹുവാ. അല്ല ടൈറ്റിൽ എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകൂല. മനുഷ്യന്മാർ കൊടുത്താൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റും തലതിരിഞ്ഞൊക്കെ ഉണ്ടാകും. അത് തേങ്ങയിൽ പേടുണ്ടാകണ മാതിരി തന്നെ, അതുപോലെ തന്നെ കൂടുതൽ ഗസുണ്ടാകും പോലെ തേങ്ങയിലും നെല്ലിന് ചായ ഉണ്ടാകുന്ന മാതിരി എല്ലാറ്റും ഉണ്ടാകും. ചിലപ്പം കൊള്ളുന്നും കൊള്ളാത്തും. അല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തതിലുണ്ടാകൂലല്ലോ. അല്ലാഹു പറഞ്ഞു റളിയല്ലാഹു അൻഹും, അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാൽവേഷന്റെ ആളുകള് വ്യക്തമായി എഴുതി വെച്ചതെന്താ? കളവ് പ്രചരിപ്പിക്കാൻ വേതനം കൊടുത്ത് ആളെ നിശ്ചയിച്ച അടിസ്ഥാനരഹിതമായ കഥകൾ പറഞ്ഞവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. കൂട്ടരെ പോലീസ് സ്റ്റേഷൻ എന്നാണ് കളവെടുക്കണത്. ഇനി എടുക്കാൻ പരാതി പെറ്റീഷനും കൊണ്ടുപോവുക. പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇപ്പൊ കട്ടുപോയത്. ഇനി പെറ്റീഷനും കൊണ്ട് എങ്ങോട്ടാ പോവുക? ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മൂലപ്രമാണമായ വിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ചു പോയത് സ്വഭാവത്തിന് അവരെന്നെ കളവ് പറയുന്നവരും കാശ് കൊടുക്കുന്നവരും. ഞാൻ ചോദിക്കട്ടെ, ലൂസ് മോഷൻ നോട്ടീസും നിങ്ങളുടെ എഴുത്തും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് ലൂസ് മോഷൻ നോട്ടീസിൽ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴമയിലേക്ക് പോകണം. അതിനെന്താ മാർഗം? സുന്നിയാവുക. മറ്റു മാർഗങ്ങളില്ല. കാരണം സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ സുന്നിയാവാൻ കഴിയോ? സർവസ്വാരീയങ്ങളോ അതും അങ്ങനെ തന്നെ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധാരണ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഇസ്ലാമിനെ നേരെ കൊണ്ടുവന്നവരാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ച് സ്വഹാബാ കിറാം അല്ലേ? അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞ സലഫ് സ്വാലിഹുകളാണ്. അവരാണ് ഇസ്ലാമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ആരാണത്? മാലിക് റളിയല്ലാഹു അൻഹു കൂട്ടരും. അവരിവിടെ കാണിച്ചതാണ് ഇസ്ലാമിന്റെ സംസ്കാരം അല്ലേ? സലഫ് സ്വാലിഹുകൾ മാർഗമെന്നാ അവര് കാണിച്ചത് ഇസ്ലാമിന്റെ സംസ്കാരം. അവർ കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി, ധർമ്മടത്ത് പള്ളി ഉണ്ടാക്കി, കൊല്ലത്ത് പള്ളി ഉണ്ടാക്കി, ചാലിയത്ത് പള്ളി ഉണ്ടാക്കി അല്ലേ? തളങ്കരയിൽ പള്ളി ഉണ്ടാക്കി, ശ്രീകണ്ഠപുരത്ത് പള്ളി ഉണ്ടാക്കി, കാസർഗോഡ് പള്ളി ഉണ്ടാക്കി, മംഗലാപുരത്ത് പള്ളി ഉണ്ടാക്കി. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ സത്യാന്വേഷികളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിഷ്പക്ഷ ബുദ്ധിയോടെ സുന്നിയാകേണ്ട മുജാഹിദും ആകണ്ട, അതിന്റെ ഇടയിലുള്ള ആളാവുക. എന്നിട്ടൊരു 2 കാർ എടുത്ത് ഒരു കേരള യാത്ര നടത്തുക. എപ്പിസ്റ്റ നടത്തിയതുപോലെ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുമൊന്നും വേണ്ട. ഒരു പതുക്കൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോവുക. എന്നിട്ടോ ഈ സർവസ്വാലിങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്വാപത്തുണ്ടാക്കിയ കേരളത്തിലെ 10 പള്ളി ഒന്ന് കാണുക, നോക്കുക. കൊടുങ്ങല്ലൂരെ പള്ളിയിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? അല്ല, ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാ. ഉണ്ടോ? കൊല്ലത്തെ പള്ളിയിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ധർമ്മടത്തെ പള്ളിയിലുണ്ടോ? ശ്രീകണ്ഠപുരത്തെ പള്ളിയിലുണ്ടോ? അതുപോലെ തന്നെ തളങ്കര പള്ളിയിലുണ്ടോ? കാസർഗോഡ് പള്ളിയിലുണ്ടോ? മംഗലാപുരത്തെ പള്ളിയിലുണ്ടോ? ഇത് വലിയ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ നിങ്ങളെ വലിയ ചിന്തകളൊന്നും വേണ്ട. ഇത് മനസ്സിലാക്കാൻ ഐസക് ന്യൂട്ടനെ പോലെ ചിന്തിക്കും വേണ്ട. അബ്ദുൽ കലാമിന്റെ ബുദ്ധി ആവശ്യമല്ല. നാടൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, ഞാൻ സാധാരണ പറയാറുണ്ട്, പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂവിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ആൾക്കാർ മുജാഹിദാകൂല, ആകൂല. പിന്നെ ഉദയത്തിന്റെ ഇറച്ചിയും പിതൃസക്കാത്തിന്റെ അരിയും അരിപ്പാത്രത്തിലെ 2 സവാളയും ഡാൾഡന്റെ പാക്കറ്റും ആർക്കേജിന്റെ കുപ്പിയും അങ്ങനെ പോകണൊരു പോട്ടെ. അതേ സമയത്ത് ആദർശം മനസ്സിലാക്കി പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ 10 പള്ളിയിലൂടെ ഒന്ന് സന്ദർശനം നടത്താൻ അധികം ഒന്നും വിഷമിക്കണ്ട. ഈ പള്ളികളിൽ എവിടെയെങ്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റ് പിന്നെ ആരെടുത്ത് കളഞ്ഞു നോക്കണം നിങ്ങൾ. 1400 ചില്ലാനം കൊല്ലം ഇസ്ലാമിന്റെ പഴക്കം കേരളത്തിൽ. ശ്രീജമാന്റെ പഴക്കോ കേവലം 50 ചില്ലാനം കൊല്ലം അല്ലേ? ആദ്യമായി കേരളത്തിൽ പള്ളിയിൽ വന്നതോ വെള്ളാറമ്പാർ ഖദീജ കുട്ടിത്താത്ത, PK ആമിന താത്ത വെള്ളക്കാച്ചി തുണിയും പട്ടമക്കനിട്ടിട്ട് മലപ്പുറം ജില്ലയിലെ എറവണ്ണ പഞ്ചായത്ത് ഒതായി പള്ളിയിൽ 947 ശേഷം ശരിക്കാൻ കഴിയോ? രേഖണ്ട് ഞാൻ വായിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന് മാഷരെ വിളിക്കുന്ന കുത്തുമ നാളെ ആയതുകൊണ്ട് ഞാൻ രേഖപ്പ ഞാൻ വായിക്കണില്ല. എന്ത്? 1947 ശേഷമാണ് ആ ജുമ നടന്നത്. അത് ഉദ്ഘാടനം ചെയ്തതാരാ? ആ പെണ്ണുങ്ങളെ ജുമ ഉദ്ഘാടനം ചെയ്തതാരാ?
ഇന്നത്തെ അബ്ദുസ്സലാം സുല്ലമിയുടെയും ജമീല ടീച്ചറുടെയും ഉപ്പ അലവി മൗലവി. അയാളാണ് ജുമുഅ പെണ്ണുങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ 10 പള്ളിയോ സ്വഹാബത്ത് ഉദ്ഘാടനം ചെയ്തു, അല്ലെ? സലഫ് സാലിഹ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കുന്നു, അവരെന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയില്ല? ഇപ്പൊ അതിന്റെ പേരിൽ കോടതി വിധി വന്നുകൊണ്ടിരിക്കുക. തൃശൂർ ജില്ലയിലെ ഒരു കോടതി ഒരു പള്ളിയിലെ പ്രശ്നത്തിൽ 200 കൊല്ലം പഴക്കമുള്ള പള്ളി പെണ്ണുങ്ങൾ വരുന്നില്ല. ഏതോ ഒരു മൗലവി കാറ്റുപോയപ്പോ അയാളെ കെട്ടിയോളും 12 ആളും പരാതി കൊടുത്തു. ഇത്രേ, ഞങ്ങൾക്കും വേണം പള്ളി ആരാധിക്കാൻ. എന്നിട്ട് കോടതി വിധി പറഞ്ഞു, ഖുർആനും സുന്നത്തും പെണ്ണുങ്ങൾ വരുന്ന എതിർക്കണില്ല. ആരാധനയുടെ വിഷയത്തില് ആണിനും പെണ്ണിനും തുല്യ പദവിയാണ് ഇസ്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് കൊടുത്തോളാം അവകാശം. എന്നോടൊരു പ്രവർത്തകമെന്ന് ചോദിച്ചു, ഉസ്താദ് എന്താ ചെയ്യാ, കോടതിയൊക്കെ എങ്ങനെ വിധിക്കാൻ തിരിഞ്ഞാല്? ഞാൻ പറഞ്ഞു, സദ്ദാമനെ കൊല്ലാൻ വിധിച്ച കോടതിയല്ലേ? ഏത് സദ്ദാമനെ കൊല്ലാൻ വിധിച്ച കോടതിയല്ലേ? ആ കോടതി വിധി എത്രത്തോളം അത് അംഗീകരിക്കുന്നുണ്ട്? ഇത് ഭൗതിക ലോകത്തെ കോടതിയാണ്. യഥാർത്ഥ കോടതി പടച്ച തമ്പുരാന്റെ കോടതിയാ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആ കോടതി വിധി വരുമ്പോഴും ഒരു കീഴ്വഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട്. 200 കൊല്ലം പഴക്കമുള്ള പള്ളിയിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങൾ വന്നില്ല? കേരളത്തിൽ മഹാന്മാരുണ്ടാക്കിയ 10 പള്ളിയിൽ എന്തുകൊണ്ട് വന്നില്ല? കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നത് കൊണ്ടാണ് പെണ്ണുങ്ങൾ വരെ നിലച്ചതെങ്കിൽ അത് കുറഞ്ഞ കാലല്ലേ ആയിട്ടുള്ളൂ, അല്ലേ? 70ന്റെ ശേഷമല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് രംഗപ്രവേശനം ചെയ്തത്? ഞാൻ പറയുന്നു, അതിന്റെ മുമ്പോ ഇല്ല. ആദ്യമായി വന്ന് 47ന്റെ ശേഷമാണ്. എങ്കിൽ ഇവിടെ 1921 മുജാഹിദ് പ്രവർത്തനം തുടങ്ങി. അത് നിങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്നല്ല, യഥാർത്ഥ തൗഹീദ് കേരളക്കാർക്ക് കിട്ടിയതും 21ന് ശേഷമാണ്. അതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ഇതൊരു നോട്ടീസ്. ഇത് മുജാഹിദ് ജില്ലാ സമ്മേളനം 2003 ഡിസംബർ 26 മുതൽ 28 വരെ മലപ്പുറം പദയാത്രക്കുള്ള മുദ്രാവാക്യങ്ങൾ. ഒരു ചോദ്യം എന്റെ ഇടയിലുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ച് റബീഉൽ അവ്വൽ നമ്മളൊരു ഘോഷയാത്ര നടത്തിയാൽ, മുനീർ ഫാറൂഖ് ഘോഷയാത്ര ബുഖാരിയിലുണ്ടോ? സിദ്ദീഖുൽ അക്ബർ ഘോഷയാത്ര നടത്തിയത് മുസ്ലിമിലുണ്ടോ? തരിക്കഞ്ഞ് വെച്ച് കൊടുത്തു എന്നുള്ളത് ഏതെങ്കിലും കിതാബിലുണ്ടോ? പായസം കൊടുത്തു എവിടെ എഴുതിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ശിർക്ക, വിദഗ്ധ ആചാരമാ. ഞാൻ ചോദിക്കട്ടെ, അലിറളിയല്ലാഹു പദയാത്ര നടത്തിയത് ബുഖാരിയിലുണ്ടോ? അതുകൊണ്ട് ഇത് ശിർക്ക വിദഗ്ധ തീരുമാനിച്ചോളൂ. ആയിക്കോട്ടെ. ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇത് പറയുന്നത് എന്താണെന്ന് അറിയോ? കേട്ടോളൂ. 21 മുതൽക്കിങ്ങോട്ട് ഒന്നിച്ചൊന്നായി അണിചേർന്ന് നമ്മൾ നടത്തിയ തേരോട്ടത്തിൽ കേരള നാട്ടിൽ ഒന്നാകെ തൗഹീദിന്റെ ഖുർആനിന്റെ വെള്ളി വെളിച്ചം സിദ്ധിച്ചു. 21 മുതൽക്ക് ഇങ്ങോട്ടാണല്ലോ തൗഹീദിന്റെ വെള്ളി വെളിച്ചം കിട്ടി. അതുവരെ ചെമ്പും കമ്പിന്റെ ഇരുട്ടത്തുണ്ടായിരുന്നു കേരളം. 21ന്റെ ശേഷം വെള്ളി വെളിച്ചം കിട്ടി. എന്നിട്ട് അതിന്റെ നേതാക്കന്മാരാരാ? പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെ നേതാക്കന്മാരാരാണ്? നമ്മൾ പ്രകടനത്തിൽ വിളിക്കും. ആരാണത്? അലിപുല്ലി ഹംദത്തു ഉസ്മാനും സിദ്ദീഖും ഫാറൂഖും എന്നല്ലേ അസദനെ കുട്ടികളെ വിളിക്കാറ്? അലിപുല്ലി ഹംദത്തു ഉസ്മാനും സിദ്ദീഖും ഫാറൂഖും കൊളുത്തി തന്ന ഒരു ദീപശിഖ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉഹദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞങ്ങളെ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മളെ മുദ്രാവാക്യം. എന്നാൽ മുജാഹിദിന്റെ കേട്ടോളൂ. KM മൗലവി, EK മൗലവി, KM മൗലവി, EK മൗലവി, വക്കം മൗലവി, KP മൗലവി, വക്കം മൗലവി, KP മൗലവി. കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം 30 വെള്ളി കാശിനു വേണ്ടി ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. മറ്റേ ഗ്രൂപ്പിനോടാണ്, സംബന്ധങ്ങളോടല്ല. ആയിക്കോട്ടെ, ആരോട് പറഞ്ഞാലും സംഗതി ബീവി കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരിവെളുത്താൽ മതിയല്ലോ. സംഭവമാരാണ് ഈ പറയുന്നത്. എന്താണ്? KM മൗലവി, EK മൗലവി എട്ടിപ്പോക്കിയ പ്രസ്ഥാനം. ഇവരുടെ പ്രസ്ഥാനം. ഞങ്ങളുടെ പ്രസ്ഥാനോ അലിപുല്ലി ഹംദത്തു ഉസ്മാനും സിദ്ദീഖും ഫാറൂഖും. ആരാണ് സ്വഹാബത്തിന്റെ ചര്യ? ആരാണ് മഹാന്മാരുടെ ചര്യ? സലഫുസ്സാലിഹീങ്ങൾ ആരാ?
ഇതിങ്ങനെ മലപ്പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, കുട്ടിക്ക് പേരും ഞൊട്ടിക്ക് തീരും. ഇതേപോലെ സ്വഹാബത്തിന്റെ ചര്യ പിൻപറ്റണം, സലഫു സാലിഹ്യങ്ങൾ അംഗീകരിക്കണം. അതേസമയത്ത് ഞങ്ങളെ നേതാവോ വി കെ മോലു, ടി കെ മോലു, എൽ പി മോലു കെട്ടിപ്പൊക്കെ പ്രസ്ഥാനോ അല്ലെ? ഞാൻ പറയട്ടെ, ബുദ്ധിയുണ്ടോ? പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂന്റെ ബുദ്ധിയുണ്ടോ? അല്പമെങ്കിലും ചിന്തിച്ചോ മുജാഹിദേ. സാലേശിൽ പറഞ്ഞ പോലെ താജുൽ ഉലമ നയിക്കുന്ന, കമൽ ഉലമ ധരിക്കുന്ന സുന്നിയിലേക്ക് തിരിച്ചു വന്നോ? ഈ പറഞ്ഞ അങ്ങനെയാണ്. തിരിച്ചു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് നല്ല ഗോൾഡൻ ചാൻസ് ആണ്. തോമർക്ക് സമ്മേളനം ഒന്ന് വന്നാൽ മതി, എന്നാൽ അതോ ടെൻഷൻ തീർക്കാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്? അപ്പൊ ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറാം, ആ സ്വഹാബാക്കിറാം കേരളത്തിൽ വന്നു. ഒറ്റ പെണ്ണുങ്ങളും പള്ളി പോയിട്ടില്ല. അവരെ കൂടെ പെണ്ണുങ്ങളില്ലായിരുന്നു? ഉണ്ട്. 12 ആണുങ്ങളെ കൂടെ 6 പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. യമനിൽ നിന്ന് ഹദർമൗത്തിൽ നിന്ന് കടന്നു വന്ന സാദാത്യങ്ങൾ, അവരെ കൂടെ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. ഏതെങ്കിലും ഇത്താത്ത പള്ളി പോയിരുന്നോ? വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായി ആരെങ്കിലും തെരഞ്ഞെടുത്തിരുന്നോ? ആരെയും തെരഞ്ഞെടുത്തില്ല. പോട്ടെ, 1921 മുതൽ തൗഹീദിന്റെ വെള്ളി വെളിച്ചം കിട്ടിയാലോ മുജാഹിദിന്? 21 വെള്ളി ഉണ്ടാക്കിയില്ലേ? ഞാൻ വളരെ എളുപ്പമുള്ള, ആർക്കും തിരിയുന്ന ശൈലിയിലാണ് പറയുന്നത്. അല്ല, സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ വലിയ വലിയ ആളുകൾ വിളമ്പി കൊടുക്കുക. ഞാൻ വിളമ്പിടില്ല. കാരണം ബിരിയാണി കൊളസ്ട്രോൾ ഉള്ളവർക്ക് പറ്റൂല, നെയ്ച്ചോറ് പ്രഷറുള്ളവർക്കും പറ്റൂല, മറ്റേ പ്രമേയക്കാർക്ക് പറ്റൂല. കുറിയരിക്കഞ്ഞും പുളിങ്ങ ചമ്മന്തിയും അത് ഒരുവിധം ആൾക്കാർക്കൊക്കെ പോകണമല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാരെ പരിഗണിച്ച് സാധാരണയിൽ സാധാരണ ശൈലി ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ കേട്ട് ചിന്തിക്കണില്ലേ? വലിയൊരുനാളും വലിയ വെള്ളിയാഴ്ച ഒപ്പം വന്നിട്ടും വല്യപ്പ പള്ളിക്കോട്ടിൽ ഞാൻ തന്ത പോകൂല, ഉറപ്പന്നെ അല്ലേ? കാരണം 1 വലിയൊരുനാൾ, 2 വെള്ളിയാഴ്ച, 3 വെല്ലിപ്പിയാണ്. പുലാരി ഇങ്ങനെ മണക്കാൻ തുടങ്ങിയത്. ഇനിയാണ് നന്നായിട്ടില്ലെങ്കിൽ നന്നാവൂല. അതുകൊണ്ട് ചിന്തിച്ചോളുവാണെങ്കിൽ അടുത്ത ഇലക്ഷൻ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കണമൊന്നുമില്ല. 2 വോട്ടാറെ കിട്ടങ്ങൾ മാറണ്ട. ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ മാറിക്കോ. നോക്കി പറയുന്നത് എന്താണ്? 21 മുജാഹിദിന് പള്ളിയുണ്ട്. എന്നിട്ട് അന്ന് ഏതെങ്കിലും മുജാഹിദ് പള്ളിയിൽ പെണ്ണ് വന്നോ? കോടതി വിധിച്ചോട്ടെ. 21 പെണ്ണ് വന്നോ കേരളത്തിൽ? 25 വന്നോ? 30 വന്നോ? 35 വന്നോ? 40 വന്നോ? 45 വന്നോ? 46 വന്നോ? 47 വന്നോ? 47 കഴിഞ്ഞ ശേഷമാണ് ആദ്യമായി പെണ്ണ് പള്ളിയിൽ വന്നത്. ഇതെന്റെ വക വരികയല്ല, ഞാൻ വായിക്കുന്നില്ല. ഗ്രന്ഥം ഇതാ, മുജാഹിദില്ലാ സമ്മേളനം മലപ്പുറം 2003 ഡിസംബർ 26, 27, 28. നല്ലൊരു ഷെയ്ഖുദായതിന്റെ ജാർത്തിന്റെ മുകളിലുള്ള ഒരു കുബന്റെ ശരിക്കും നിശാങ്കലിന്റെ ഫോട്ടോ ഒക്കെ വെച്ച്. എന്താ അതിന്റെ ലക്ഷ്യം? അല്ലാഹു അഅലം. ഏതോ ആവട്ടെ, ഈ സോനിയിൽ തന്നെ പറയുന്നത് 47 ശേഷമാണ് പെണ്ണ് പള്ളിയിൽ വന്നത്. എങ്കിൽ പുരോഹിതന്മാരുടെ തടസ്സമല്ല. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് പള്ളി ഉണ്ടാക്കിയതാ? ഒന്നില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി പള്ളിയിൽ വരൽ? കിട്ടിയത് ജോർജ് ബുഷന്റെ മൂത്താപ്പാന്റെ അടുത്തുനിന്നാണ്. അവിടെ കിട്ടിയ ആശയം ഇസ്ലാമിന്റെ ആത്മീയത തകർക്കണം. അതിനെന്താ മാർഗം? പല അജണ്ടകളും. കൂട്ടത്തിലൊന്ന് സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുക. അങ്ങനെയാണല്ലോ ഇസ്ലാമിലെ സ്ത്രീസ്വാതന്ത്ര്യം പറയാൻ കോഴിക്കോട് മദാമനെ കൊണ്ടുവന്നില്ലേ? ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം പറയാൻ ആരാ വന്നത്? സായിപ്പത്തി പെണ്ണ്. കഴിക്കുന്ന കപ്പയിലേക്കാണ് കയ്പിങ് വേണ്ടി ചാറ് വട്ടുണ്ടാവും. ഏത്? ഈ പറഞ്ഞ സായിപ്പത്തി പെണ്ണ് വന്നിട്ടാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം ചർച്ച ചെയ്യുന്നത്. എവിടെ സലഫു സാലിഹികളുടെ മാർഗം? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു തആല പറഞ്ഞുവിട്ട 1,24,000 പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ മാതൃയാക്കണമെന്നാണ് മറ്റൊരു നോട്ടീസിൽ പറയുന്നത്. അതില് എല്ലാ പ്രവാചകന്മാരും പേരിങ്ങനെ പറഞ്ഞ് ആദം, നൂഹ്, ലൂത്ത്, ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ, യാക്കൂബ്, മൂസ, ഈസ, മുഹമ്മദ് എല്ലാവരും പ്രവാചകന്മാർ, ഇസ്ലാമിന്റെ പൂർവ്വകാല നേതാക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഞാൻ ചോദിച്ചോട്ടെ, 1.25 ലക്ഷം പ്രവാചകന്മാരെന്ന് പറഞ്ഞയച്ചപ്പോ ആ കൂട്ടത്തിൽ കഷായത്ത് കൂട്ടാനെങ്കിലും ഒരു ഇത്താത്താനെ അന്ന് പറഞ്ഞയച്ചോ? കഷായത്ത് കൂട്ടാൻ അതുകൊണ്ട് വേണ്ട, കുടുങ്ങി കള്ളിക്കുകയും. നമ്മള് കറണ്ടുള്ള വെള്ളം ഇപ്പൊ വീട്ടിലാണെങ്കിലും എമർജൻസി ഉണ്ടാവും, എന്നാലും 2 റുപ്യേനെ എഴുതി വാങ്ങിക്കും. ഇതെന്തിനാണ്? എങ്ങാനും കറണ്ട് പോയി, എമർജൻസിയിൽ കാർഡും ചാർജും തീർന്ന്, അപ്പൊ കടക്കട്ട വെളുത്തിരി നമ്പൂരി അച്ഛന്റെ വാരോട് പോലെ. നമ്പൂരി പുഴയുടെ അക്കരയിലൂടെ നടന്നിങ്ങനെ പോവാണ്. അപ്പോഴാണ് പുഴയുടെ ഇക്കരയിൽ ഒരു വീട്ടിന്റെ മുറ്റത്ത് ചങ്ങലയിൽ കെട്ടിയ പട്ടി കുറച്ചു. അപ്പോഴേക്ക് നമ്പൂരി അച്ഛന്റെ ധൈര്യം തുടങ്ങി. ഇവര് വേഗം മടക്കി കുത്തുകുത്തി ഷർട്ടൊക്കെ കൈ കയറ്റി ചെരുപ്പൂര് കൈ പിടിച്ച് ഓടാൻ റെഡിയായിട്ട് നിൽക്കുക. ഒപ്പമുള്ളവർ ചോദിച്ചു, നമ്പൂരി അച്ഛൻ എന്താപ്പത്? പട്ടി കുറച്ചത് കേട്ടില്ലേ?
പട്ടി പുഴയുടെ അക്കരല്ലേ നമ്പൂരച്ചു, തന്നെയല്ലാതെ ചങ്ങലന് കെട്ടിയിട്ടുണ്ട്. നമ്പൂരച്ചന്റെ പ്രതികരണം, ഓ എങ്ങാനും പുഴ വറ്റിപ്പോയാൽ തൊടലറ്റും പോയാൽ കടി പറ്റിയിരിക്കും. ഈ പറയുമ്പോഴല്ല പുഴ വറ്റിന്ന് വിചാരിക്കുക, തൊടല് പറ്റിന്ന് വിചാരിക്കുക, അപ്പ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് ഇപ്പൊ തൊഴിലൊരുങ്ങിക്കോ. ഈ രീതിയിലെങ്കിലും അള്ളാഹു ചിന്തിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ വനിതാ സംവരണം വരും അല്ലേ? ഇത് അള്ളാഹ്ക്കറിയില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. അള്ളാഹിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ല, അതോടെ കിർക്ക് കിർക്ക് ശിർക്ക് കിർക്ക് ഇങ്ങനെ വരണേ. എന്താണ് ശിർക്ക് എന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ശിർക്കിന്റെ ആരോപണം നിങ്ങൾ ഉന്നയിക്കൂലായിരുന്നു. പിന്നെ പറയുമോ മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പറഞ്ഞ ശരിയായോ? നിങ്ങൾ സുന്നികളെ നിൽക്കാതെ വരെ ശിർക്ക് മുശിരിക്ക് എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ മുശിരിക്കാക്കിയോ? ഇല്ല, ഞങ്ങൾ നിങ്ങളെ മുശിരിക്കാക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്കില്ലാത്ത വിശ്വാസം ഞങ്ങൾ വെച്ചുകെട്ടി മുശിരിക്കാക്കുക. ഇതങ്ങനെയല്ല. നിങ്ങൾ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈദ്യരെ സ്വയം ചികിത്സിക്കണോ? ഇതാണ് പറഞ്ഞ അഡിങ്ങിന്റെ അർത്ഥം. സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആകാനാണ് അറബിയിൽ വരെ ആരാധിക്കണമെങ്കിൽ സൗദിക്ക് അങ്ങോട്ട് കയറണം. ഇവിടെ ബാക്കിയൊക്കെ മലയാളത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് ഞാൻ ലബ്ബയ്ക്ക് മലയാളത്തിൽ ചെല്ലിയ നല്ല വട്ടം ഉണ്ടാകും. ജവാദാത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും സദീഖ് ആൽ അതിഖാമ ഇന്ത ഹിന്ദി മകനോൻ ഞാൻ അർക്കും എന്ന് പറയും. അപ്പൊ അത് മേടിച്ചിട്ട് അവിടെ ഫുൾ അറബിയിലാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഈ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ ഓരോന്നിനും മാറ്റം വരുത്തുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം ആത്മീയത ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം ശരിക്കും തകർത്ത് തരിപ്പണമാക്കിയതാണ്. സലഫുസാലികളുടെ മാർഗം ജമാഅത്തിൽ ഉപേക്ഷിച്ചതുപോലെ മറ്റു പലതിനും ഈ സലഫുസാലികളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചതാണ്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നോമ്പിലും പെരുന്നാളും നമ്മൾ കണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവര് സാൽവേഷൻ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണ്? മാസപ്പിറവിയിൽ മുജാഹിദീങ്ങൾ കുടുങ്ങിയതാ. എന്തേ? ഖുർആനും ഒഴിവാക്കി സുന്നത്തും ഒഴിവാക്കി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം, വഅത്തിയുർ റസൂല, നിങ്ങൾ റസൂലിനും വഴിപ്പെടണം, വഉലിൽ അംരി മിൻകും, നിങ്ങൾ കൈകാര്യകർത്താക്കൾക്കും വഴിപ്പെടണം. ഇതെല്ലായിടത്തും മാതൃക. നേരത്തെ ഞാൻ പറഞ്ഞ സ്ത്രീകൾ അയക്കുന്നിടത്തടക്കം 1.25 ലക്ഷം പ്രവാചകന്മാർ അള്ളാഹ് പറഞ്ഞയച്ചിട്ട് ഒരു പെണ്ണിനെ പോലും അയച്ചില്ല. എന്തേ? പെണ്ണിന് പ്രബോധന ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ അവള് പരസ്യമായിട്ട് രംഗത്ത് വരേണ്ടവളല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ ഇവരിപ്പോ പുരോഗതി പുരോഗതിച്ച് എവിടെ എത്തിയെന്നറിയ നിങ്ങള്? ഇനിയിപ്പോ ഈ കോടതി വിധിക്കാൻ പോവുകയാണ്. ഇപ്പൊ വിധിച്ചതെന്താ? ആരാധനാരംഗത്ത് എല്ലാ ആണിനും പെണ്ണിനും ഒരേ സ്വാതന്ത്ര്യമാണ്. ഇപ്പോ ഒരു മുജാഹിദ് ചെറുപ്പക്കാരൻ നീ അങ്ങോട്ടേക്കാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോവാ. ഒരു 3 കണ്ടു റാഹത്തായില്ല, 5ാമത്തെ കാണാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ പെണ്ണിനെ അങ്ങോട്ട് കാണാൻ പോകലാണ്. ഇസ്ലാമിലൊരു ആചാരമുള്ളൂ, ഒരു കുറമ്പ. ഞാൻ ചോദിക്കട്ടെ, ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ ഒരു സുബൈദ ടീച്ചർ നീ എങ്ങോട്ടാ മോളെ പോകുന്നത്? ഞാൻ ആണ് കാണാൻ പോവുക. എന്തേ? കുറെ കാലമായി പുതിയാപ്ലാൻ ഇങ്ങോട്ട് കാണാൻ വരുന്നത്. ഇത് മാറ്റി ചരിത്രത്തിലേക്ക് അത് മാറ്റി തിരുത്തണം, പൗരോഹിത്യം വലിച്ചെറിയണം, ഇസ്ലാമിനെ സംസ്കരിക്കണം. അതുകൊണ്ട് ഇനി പുതിയാപ്ലാരെ കാണാൻ അങ്ങോട്ട് പോകണം. ഉണ്ടായിക്കൂടായില്ല, സംഭവിച്ചുകൂടായില്ല. അതുകൊണ്ട് ഒരു വിഭാഗം ഏകദേശം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു ടീച്ചർ ഒരു മാഷെ കണ്ട് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു നോക്കുക. എന്നാ ഇവിടെ ഇങ്ങനെ ചിന്തിക്കാം, വെറ്റിടം മുറുക്കാൻ വെക്കണം എന്റെ വാപ്പാക്ക് ലോകം തിരിയില്ല. ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ തറവാടിത്തം നോക്കി വാപ്പ കല്യാണം കഴിച്ചു തരൂല. ഒരു കാര്യം ചെയ്യാം, നേരിട്ട് കൈകാര്യം ചെയ്യാം. തവസ്സുൽ ശിർക്കല്ലേ, ഇസ്തിയാത്ത ശിർക്ക. അതുകൊണ്ട് ബാപ്പാനെ ഇടയിൽ നിർത്തുന്നതും ശിർക്ക്, വാപ്പായോട് അപേക്ഷിക്കുന്നതും ശിർക്ക് രണ്ടും. അതുകൊണ്ട് നേരിട്ട് എന്ത് പറയാം? അബ്ദുൽ ഖാദർ മൗലവി, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു. അബ്ദുൽ ഖാദർ മൗലവി എനിക്ക് നല്ല മുജാഹിദ, ഓ നിന്നെ ഞാൻ ഏറ്റുവാങ്ങി, ഖലാസ്, അതോടുകൂടെ പരിമർത്ത പോയി. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ സാഹിബിന്റെ സംസ്കാരം? ഞാൻ വെറുതെ പറയല്ല. ഇത് കണ്ടോ നിങ്ങളാ? ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ, ആരോപണങ്ങളും മറുപടിയും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സുഹൈർ ചുങ്കത്തറെടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് പറയാ, രസകരമായ സംഭവം. എന്താ പറയുന്നറിയോ? കേട്ടോളൂട്ടോ. ബഹുഭാര്യത്വം ആശങ്കക്കും ആശക്കും ഇടയിൽ സുഹൈർ സ്വപ്നം കാണുന്ന നല്ല നാളേതായിരിക്കും? കേട്ടോളൂ. ഇവർ പറയാ, നമ്മുടെ നാട്ടിൽ
ആയിരക്കണക്കിന് പള്ളികൾ, അവിടെ ഇമാമും ഖതീബും മുഅദ്ദിനും കമ്മിറ്റിയും, ആയിരക്കണക്കിന് കമ്മിറ്റി ഓഫീസുകൾ, വിവാഹ സഹായ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ ആരെയെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതകൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. എങ്ങനെ വേദനിക്കുന്ന വനിതകൾക്ക് സ്വാതന്ത്ര്യം? ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ അടുത്താണ് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു, ഖലാസ്, തീർന്ന വിഷയം. കുടുംബം തകരാൻ വേറെ പോണോ? ഒതുക്കങ്ങൾ ഇത് ഇസ്ലാമാണോ? ജൂതായിസമാണിത്, ഇസ്ലാമിന്റെ തത്വമല്ല. ഇതിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല, കാരണം വിഷയം ദീർഘിച്ചു പോകും.